എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നല്ല മഴയും അതേപോലെ തന്നെ തണുപ്പുമുള്ള ഒരു സമയമാണ്. ഈ തണുപ്പുള്ള സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല ഒരു സ്നാക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്, പരിപ്പ് വട. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് പരിപ്പ് വട. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ വലിയ ആ സൈസിലുള്ള പരിപ്പ് വടയല്ല, കുഞ്ഞു കുഞ്ഞു പരിപ്പ് വടയാണ്, മിനി പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. കുട്ടി കുട്ടി പരിപ്പ് വട, നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വടയാണ്. പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളി നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വടയാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. എൻ്റെ മോളാണ് മിനി പരിപ്പ് വട ഐഡിയ എനിക്ക് പറഞ്ഞിരുന്നത്. ഇപ്പം മിനി സമോസയൊക്കെ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അപ്പം മിനി പരിപ്പ് വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഈ മിനി പരിപ്പ് വട ഉണ്ടാക്കുന്നതിനായിട്ട് 2 തരം പരിപ്പാണ് ഞാൻ എടുക്കുന്നത്. ചന ദാളിൻ്റെ പരിപ്പും അതേപോലെ തന്നെ മട്ടർ ദാളും. 2 പരിപ്പും വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വട കിട്ടും. അതേപോലെ നല്ല ക്രിസ്പിയാണ് ഈ പരിപ്പ് വട. ഇതിപ്പോൾ മിനിയല്ല, സാധാരണ പരിപ്പ് വട ഉണ്ടാക്കിയാലും ഈ 2 പരിപ്പ് തന്നെ എടുക്കണം. ഇപ്പോൾ 2 പരിപ്പും 1/2 കപ്പ് വീതമാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ടോട്ടൽ 1 കപ്പ്. 2 പരിപ്പ് 1/2 കപ്പ് വീതം എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട ശേഷം അതിൽ വെള്ളം ഒഴിച്ചിടണം. 2-3 മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം. ഇപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പരിപ്പ് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ കഴുകിയ ശേഷം അത് നമുക്ക് അരച്ചെടുക്കണം. ഇപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ പരിപ്പ് കഴുകിയെടുത്തു. ഇനി അത് മിക്സിയിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുക എന്ന് പറഞ്ഞാൽ പേസ്റ്റ് പോലെ ആക്കുകയില്ല, നല്ല തരിയോടുകൂടി വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കുറച്ച് വീതം പരിപ്പിട്ടിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഈ ഒരു പാകത്തിലാണ് കിട്ടുന്നത്. നമ്മൾ കൈ കൊണ്ട് ഉരുട്ടുമ്പോൾ നമുക്ക് ശരിക്കും ഉരുള ആക്കാൻ പറ്റുന്ന ഒരു പാകത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. തരി ഉണ്ടാവണം. അപ്പോൾ ഇടയ്ക്ക് ആ പരിപ്പ് മുഴുവനായിട്ട് കാണുന്നുണ്ട്. എല്ലാ പരിപ്പും നല്ലതുപോലെ അരഞ്ഞിട്ടുമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ പരിപ്പുകൾ നമുക്ക് കാണാനും പറ്റും. അതേപോലെ ആവണം അരയ്ക്കുമ്പോൾ. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പോടെ കിട്ടുള്ളൂ. അപ്പോൾ പരിപ്പ് എല്ലാം ഞാൻ അരച്ച് ഒരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 2 ടീസ്പൂൺ. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച്, ഒരു 2 തണ്ടിൻ്റെയൊക്കെ കറിവേപ്പില വേണം പൊടിയായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട്. പച്ചമുളക് 4-5 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയെ പൊടിയായിട്ട് അരിഞ്ഞത് 1/4 കപ്പ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. സവാള അരിഞ്ഞത് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പരിപ്പോടെ ഒത്തിരി സോഫ്റ്റായി പോകും. അതുകൊണ്ട് ഞാനിവിടെ 1/4 കപ്പ് സവാളയാണ് എടുത്തത്. ചുവന്നുള്ളി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. നല്ല ടേസ്റ്റ് ചുവന്നുള്ളിക്ക് തന്നെയാണ്. എൻ്റെ പരിപ്പ് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. നല്ല തരിയാണ്. ബാക്കിയുള്ള പരിപ്പൊക്കെ നല്ല തരിയോടുകൂടിയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഉപ്പ് നോക്കുക, മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത്, വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ. അതിപ്പോൾ ചൂടാക്കാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. നമ്മളിതെല്ലാം കുഴച്ചിട്ട് 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും പരിപ്പുവടയ്ക്ക്. അപ്പോൾ ഞാനിത് മിനി പരിപ്പുവട ഉള്ള കാരണം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മളിപ്പോൾ കുഴച്ച് വെച്ച പരിപ്പിൽ നിന്ന് ഓരോ ടേബിൾ സ്പൂൺ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ ടേബിൾ സ്പൂണിൽ അളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഈവൻ സൈസിൽ ആ മിനി പരിപ്പോടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അളന്ന് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ പരത്തി ചുടുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത് പരത്തി ചുടാനായിട്ട് സൗകര്യമാവും.
നമ്മൾ അളന്ന് വെച്ച ആ പരിപ്പ് ഓരോന്നും എടുത്ത് നല്ലതുപോലെ ആദ്യം ഒന്ന് കുഴയ്ക്കുക. കുഴച്ചിട്ട് പരത്തണം. കൈയുടെ ഉള്ളിൽ ഉള്ളംകൈയിൽ വെച്ച് നല്ലതുപോലെ പരത്തുക. അതിൻ്റെ നടുഭാഗം കുറച്ച് പൊങ്ങിയിരുന്നിട്ട് അറ്റഭാഗം എല്ലാം തിന്നായിട്ടാണ് പരത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്പൂണിൽ നമ്മൾ എടുത്ത് വെച്ച പരിപ്പ് എടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ കുഴയ്ക്കുകയാണെങ്കിൽ അത് നല്ലതുപോലെ ഒന്ന് ബൈൻഡായി കിട്ടുക. ഒട്ടും പൊട്ടിപ്പോകാണ്ടിരിക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതെൻ്റെ രീതി, എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. നല്ലതുപോലെ കുഴയ്ക്കുകയാണെങ്കിൽ അത് ഒട്ടും പൊട്ടിപ്പോകാണ്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ കുഴച്ചിട്ട് പിന്നെ അങ്ങ് പരത്തിയാൽ മതി. ഇങ്ങനെ പരത്തുമ്പോൾ നടുഭാഗം കുറച്ച് പൊങ്ങിയിട്ട് അറ്റഭാഗം തിന്നായിട്ട് അങ്ങ് പരത്തി എല്ലാം അങ്ങ് പരത്തി വെച്ചിട്ട് നമ്മൾ വറക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ അങ്ങ് പെട്ടെന്ന് പണി കഴിയും. അങ്ങനെ ഞാൻ കുറച്ച് പരിപ്പ് കൂടെ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി പരിപ്പ് നമ്മളിപ്പോൾ ഷേപ്പ് ചെയ്ത് വെച്ച പരിപ്പ് വട ഇടുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റണം തീ. എന്നിട്ട് വേണം പരിപ്പ് വട ഇടാനായിട്ട്. ഇപ്പോൾ ഷേപ്പ് ചെയ്ത് വെച്ചാൽ ഈ പരിപ്പ് വട ഇടുമ്പോൾ ഒന്നിലും മുട്ടാതെ ഉള്ള എണ്ണ നോക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇടുക. ഇനി ഷേപ്പ് ചെയ്ത് വെച്ച് പരിപ്പോടെ എല്ലാം എണ്ണയിലിട്ട ശേഷം തീ കുറച്ച് വയ്ക്കണം. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് വേണം പരിപ്പോടെ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് നോക്കണം. മറ്റേ വശം നല്ലതുപോലെ ഒരു ഗോൾഡൻ കളർ ആയെങ്കിൽ നമുക്ക് മറിച്ചിടാവുന്നതാണ്. അത് അത്ര ആയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ മറിച്ചിടാം. അപ്പോൾ ഞാൻ 2 വശവും മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറിച്ചിട്ടിട്ട് ഇപ്പോൾ 2 വശം ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് കിടന്ന് ചെറിയ തീയിൽ കിടന്നിട്ട് നല്ലതുപോലെ മുരിയണം. മുരിഞ്ഞ് കിട്ടുന്നവരെ നമുക്കത് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ പരിപ്പോടെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നല്ലതുപോലെയൊക്കെ മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള പരിപ്പോടെയാണ്. കുഞ്ഞു പരിപ്പോടെ ആയാലും നമ്മളത് കഴിക്കുന്നതോറും നമുക്കത് കഴിക്കാനായിട്ട് പിന്നെയും തോന്നും. നല്ല പഴവും കാപ്പി അല്ലെങ്കിൽ ചായയുടെ കൂടെയോ കട്ടൻ കാപ്പിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുട്ടി പരിപ്പോടെയാണ്. നല്ല നാടൻ ടേസ്റ്റാണ് ഈ പരിപ്പോടയ്ക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ 2 പരിപ്പും ഉപയോഗിച്ചിട്ട് വേണം പരിപ്പോട ഉണ്ടാക്കാനായിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റും അതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പോട നമുക്ക് കിട്ടുന്നത്.